ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഷിക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എഗെയിൻ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഹോൾ വീഡിയോ ആണ്. കോളേജിലോട്ടും ഓഫീസിലോട്ടും ഡെയിലി യൂസേഴ്സിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോട്ടൺ കുർത്ത സെറ്റ് ഹോളാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാം തന്നെ 500 റുപ്പീസിന്റെ താഴെ റേഞ്ചിൽ വന്നിട്ടുള്ള കുർത്ത സെറ്റ് ആണ്. ദുപ്പട്ട കൂട്ടത്തിൽ വരുന്ന സെറ്റ് ആണ്. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ലൈക്കും കൂടെ ചെയ്തേക്കുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതിന്റെ കറക്റ്റ് പിക്ചറും ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ സൈഡിൽ കൊടുക്കുക, കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ കുർത്ത സെറ്റ് ആണ്. പാന്റ്, ടോപ്പ്, ഷോള് മൂന്നും കൂടെ വരുന്ന സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ടോപ്പ് കാണിച്ചു തരാം. നല്ലൊരു കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഒരു പേർപ്പിൾ, ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലൊക്കെ വന്നിട്ടുള്ള കുർത്ത സെറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്. ഞാൻ കാണിക്കുന്ന എല്ലാത്തിന്റെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതാ റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിൽ ഇതുപോലത്തെ ഒരു നെക്കാണ്, വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. ഇത് കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിംഗ് ആണ്. ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നത് കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിംഗ് ആണ്. പിന്നെ കളർ ഇളകുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നല്ല നീളത്തിലുള്ള സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിന്റിങ്സ് ആണ് കേട്ടോ. കംപ്ലീറ്റ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ ഈ ഒരു പ്രിന്റിങ്സ് ആണ്. പിന്നെ ഇതിന്റെ സൈഡിൽ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. സ്ട്രൈറ്റ് കുർത്താസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ലൈനിങ് ഇല്ല, പക്ഷെ നീലെടുക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നല്ല കോട്ടൺ കുർത്ത സെറ്റ് ആണ്. ബാക്ക് സൈഡ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. അതായത് നമ്മൾ ചില കുർത്ത സെറ്റ് ഒക്കെ എടുക്കുമ്പോൾ മുട്ടിന് കുറച്ച് താഴേക്കായിട്ട് ഇതിന്റെ ലെങ്ത് വരാറുള്ളൂ. പക്ഷെ ഇത് കുറച്ച് ഇറങ്ങി നിൽക്കുന്നത്, മുട്ടിനേക്കാളും കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ്. എല്ലാം ഞാൻ കാണിക്കുന്ന എല്ലാം തന്നെ ഇറക്കം കുറഞ്ഞിട്ടുള്ള ടോപ്സ് അല്ല, ഇറക്കം കുറച്ച് കൂടിയിട്ടുള്ള ടോപ്സ് ആണ്. അതുകൊണ്ട് കുറച്ച് ഹൈറ്റ് ഉള്ള ആളുകൾക്കും യൂസ് ചെയ്യാം. മറ്റേ ഷോർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരേ പ്രിന്റിംഗ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ചുരുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ അതിന് പറ്റുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും കൂടിയാണ് കേട്ടോ. ഇനി ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ്. ഞാൻ സ്മോൾ സൈസ് ആണ് എനിക്ക് കറക്റ്റ് സൈസ് വരുന്നത്. അപ്പൊ ഞാൻ ചില ഡ്രസ്സസ് സെലക്ട് ചെയ്യുമ്പോൾ സ്മോൾ എടുക്കും, ചില ഡ്രസ്സസ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ മീഡിയം സൈസ് എടുക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ സ്ലിം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടൈറ്റിൽ ഇടുന്ന ഇഷ്ടമില്ല. അപ്പൊ ഞാൻ കുറച്ച് ലൂസ് ആയിട്ടാണ് അധികവും ഇടാറുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് ലൂസിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കളർ ഷെയ്ഡ്സ് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ നോക്കുന്ന സമയത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോന്റെ ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. 500 റുപ്പീസിന്റെ താഴെയാണ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് എന്തായാലും ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. ഇനി ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഒന്നുകിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിന്റെ പാന്റ് വന്നിട്ട് ഈ ഒരു ചെക്കിൽ വരുന്ന പാന്റാണ്. അതേ ഒരു കളർ തന്നെയാണ് പാന്റിനും വന്നിട്ടുള്ളത്. ഇനി ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പാന്റ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാന്റാണ്. നോർമൽ സൈസിൽ വരുന്ന പാന്റാണ് കേട്ടോ. പലാസോ അങ്ങനത്തെ ടൈപ്പ് അല്ല, സാധാ നോർമൽ നമ്മൾ കുർത്ത സെറ്റിനൊക്കെ ഉണ്ടാവുന്ന പാന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതും കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്, മാറ്റമൊന്നുമില്ല. നല്ല ഒരു മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആ ഒരു ടോപ്പിന്റെ പോലെ തന്നെ നമുക്ക് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പാന്റ് ആണ്. പിന്നെ വിയർ ചെയ്തിട്ടുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും നിൽക്കിട്ടില്ല, കറക്റ്റ് സൈസിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതിന്റെ ഷോള് വന്നിട്ട് നമ്മുടെ ടോപ്പിലെയും അതേപോലെ തന്നെ പാന്റിലെയും വർക്ക് ഫ്ലോറൽ പ്രിന്റിങ്സ് വന്നിട്ടുള്ള ഷോളാണ്. ഇത് നമ്മുടെ ടോപ്പിലെ വർക്കാണ്, ഇത് നമ്മുടെ പാന്റിലെ സ്ട്രൈറ്റ്സ് ലൈൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷോള് വന്നിട്ട് കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളതാണ്. അധികവും കുർത്ത സെറ്റിൽ നോക്കുമ്പോൾ ദുപ്പട്ട വേറെ മെറ്റീരിയൽ ആയിരിക്കും, നമ്മുടെ പാന്റും ടോപ്പും ആണ് സെയിം മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാവുക കേട്ടോ. അപ്പൊ ഇത് നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള ഷാളാണ് കേട്ടോ. ചെറിയ കുഞ്ഞു ഷാളൊന്നുമല്ല, നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള ഷോളാണ്. ഓക്കെ, ആ ഒരു പ്രൈസിന് എന്തായാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 700 റുപ്പീസ് ഒക്കെ വേണം ഒരു കുർത്ത സെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇത് നമുക്ക്
400 സംതിങ്ങിനാണ് ഈ ഒരു കുർത്ത സെറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. സ്മോൾ ടു XXL, XXL ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പൊ തന്നെ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ കാണുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഇതിന്റെ കറക്റ്റ് പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതും പാന്റ് ടോപ്പ് ദുപ്പട്ട സെറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി കളർ ഷെയ്ഡ്സിൽ വരുന്നതാണ്. ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു വേറൊരു കളറിലാണ്. ഇതിന്റെ കളർ എന്താ പറയാൻ എനിക്കറിയില്ല. ഇതും ഫ്ലോറൽ പ്രിന്റിങ്ങിന് വന്നിട്ടതാണ്. നല്ല അടിപൊളി ഫ്ലവേഴ്സിന്റെ പ്രിന്റിങ്സ് വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഒട്ടും കളർ ഇളകാത്തതാണ്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കില് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ ഈ ഒരു പ്രിന്റിങ്സിൽ വന്നിട്ടുള്ള ഒരു ലേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കുർത്ത സെറ്റിന് ഇവിടെ നമുക്ക് ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ത്രെഡ് വർക്ക് ആയിരുന്നു. പക്ഷെ ഇതിന് സെയിം ആ ഒരു പ്രിന്റിങ്സിൽ വന്നിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് സെയിം 3/4 സ്ലീവ് ആണ്. സ്ലീവിലും ആ ഒരു നെക്കിൽ ആ ഒരു പ്രിന്റിങ്സിന്റെ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും സ്ലിറ്റ് വരുന്നതാണ്. പക്ഷെ ലൈനിങ് ഇല്ല. പക്ഷെ സീ ത്രൂ ഒന്നുമല്ല. ഇനി നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം, കോളേജിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. കാരണം അതിന്റെ മീഡിയം സൈസിന്റെ അത്രയും വീതി ഇല്ലല്ലോ. ഇത് സ്മോൾ സൈസ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ സ്മോൾ സൈസ് ആണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഒരു കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇതും 400 സംതിങ്ങിന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിന്റെ പാന്റ് വന്നിട്ട് ആ ഒരു ടോപ്പിന്റെ ഈ ഒരു ഫ്ലവർ പ്രിന്റിങ്സ് ഉണ്ടല്ലോ, അതിന്റെ പോലെ തന്നെ ഫ്ലവേഴ്സിന്റെ പ്രിന്റിങ്സ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. പാന്റ് വന്നിട്ട് കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള പാന്റാണ്. നോർമൽ നമ്മളെ കുർത്ത സെറ്റിന് ഉണ്ടാവുന്ന പാന്റ് അല്ല, കുറച്ചും കൂടെ ഒരു വീതിയിൽ വന്നിട്ടുള്ള പാന്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു പാന്റിനേക്കാൾ കുറച്ചും കൂടെ വീതി ഈ ഒരു പാന്റിനുണ്ട്. നല്ല പലാസോ എല്ലാമാണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു പാന്റാണ്. പാന്റ് ലെങ്ത് ഒക്കെ ഉള്ള പാന്റാണ്, ലെങ്ത് കുറഞ്ഞിട്ടുള്ള പാന്റ് ഒന്നുമല്ല. എൻ്റെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും പാന്റ് കറക്റ്റ് സൈസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ മെറ്റീരിയലും ആ ഒരു കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇനി ഇതിന്റെ ഷോൾ വന്നിട്ട് ഒരു വൈറ്റില് ഈ ഒരു ഗ്രീൻ ഫ്ലോറൽ പ്രിന്റിങ്സ് വന്നിട്ടുള്ള ഷോളാണ് കണ്ടോ. ഇതാണ് കേട്ടോ ഷോൾ വന്നിട്ട്. ഷോളിന്റെ പ്രിന്റിങ്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ടോപ്പിലെയും പാന്റിലൊക്കെ പ്രിന്റിങ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷോള് നല്ല വീതി ഉണ്ട്, വലിപ്പമുണ്ട്. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് വേറെ ഒരു മെറ്റീരിയലാണ്. അടിപൊളിയാണ്. ഇനി ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇതൊരു വെറൈറ്റി കളേഴ്സിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് കളർ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനാവില്ല. ഒരു പിങ്കിഷ്, ഒരു ഓറഞ്ച്, പിങ്ക് ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കോട്ടൺ മെറ്റീരിയൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഒരു ഒതുങ്ങി നിൽക്കുള്ളൂ. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ചൊരു ഒതുക്കല്ലാത്ത പോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിൽ ഇതുപോലത്തെ ഒരു ത്രെഡ് വർക്ക് ആണ്, എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതും ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സിൽ വെച്ചിട്ടുള്ള പെയിന്റിംഗ് ഒന്നല്ല, ഫ്ലോറൽ പ്രിന്റിംഗ് ആണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ഇതുപോലത്തെ ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട്, 2 സ്ലീവും. ഇനി ഇത് കംപ്ലീറ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ചെക്കിൽ വരുന്ന ഒരു പ്രിന്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഇല്ലാത്തതാണ്. പക്ഷെ എന്നാലും സീത്രൂ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട്
ഇതുപോലെയാണ്. ഇതും നല്ലപോലെ ലെങ്ത് ഉള്ള ടോപ്പാണ്. ഇനി ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കുർത്ത സെറ്റ് വന്നിട്ട്. ഇനി ഇതിന്റെ പാന്റ് വന്നിട്ട് അതേ സെയിം കളറിൽ പ്രിന്റിങ്സ് വന്നിട്ടുള്ളതാണ്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെ പ്രിന്റിങ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ പ്രിന്റിങ്സ് ഒരു സർക്കിൾ ഷേപ്പിൽ വന്നിട്ടുള്ള പ്രിന്റിങ്സ് ആണ്. ടോപ്പിലുള്ള ആ ഒരു പ്രിന്റിങ് അല്ല കേട്ടോ. പാന്റ് വന്നിട്ട് നോർമൽ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള പാന്റാണ്. ഇത് കറക്റ്റ് ഫിറ്റിംഗിൽ വരുന്ന പാന്റാണ് കേട്ടോ. ഇനി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുർത്തക്ക് പാന്റിന് പോക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് വെക്കാനും പറ്റും കേട്ടോ. ഇനി ഇതിന്റെ ഷോൾ ആണ് എടുത്ത് പറയാനുള്ളത് കേട്ടോ. ഷോള് കോട്ടന്റെ ഷോളല്ല. പണ്ട് കാലത്തൊക്കെ ചുരിദാറിലൊക്കെ കിട്ടിയിരുന്നു ഇങ്ങനത്തെ ഒരു ഷോൾ. ഇത് വൈറ്റും ഈ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷോളാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ്. ഇതിന്റെ ഏറ്റവും എൻഡിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് കളറിലുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഷോള്. ഈ ഷോള് നീളമൊക്കെ ഉണ്ട്, വീതിയൊക്കെ ഉണ്ട്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. ഇപ്പൊ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് തന്നെ കണ്ടില്ലേ, നല്ല പോലെ ഒതുങ്ങി നിൽക്കുന്ന ഇതാണ്. കുറച്ച് സീ ത്രൂ ആയിട്ടുള്ളതാണ് ഷോള്. ഓക്കെ ആയിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ. ഇതെനിക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നി. കാരണം ഷോള് കുറച്ചും കൂടെ ഒരു നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഷോള് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. എന്തായാലും പാന്റും ടോപ്പും അടിപൊളിയാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു ബ്ലൂ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ടോപ്പാണ്. ഒരു അടിപൊളി പ്രിന്റിങ്സിൽ വന്നിട്ടാണ് കേട്ടോ. നല്ല ഫ്ലോറൽ പ്രിന്റിങ്ങിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല പ്രിന്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ഒരു പ്രിന്റിങ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് വി നെക്കാണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിലും നെക്കിലും ഈ ഒരു ലേസ് പോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രിന്റിങ്സിലുള്ള കട്ടിങ്സ് കൊണ്ട് വെച്ച് കൊടുത്തതാണ്. സ്ലിറ്റ് വന്നിട്ടുള്ള ടോപ്പാണ്. ലൈനിങ് ഇല്ല, സീ ത്രൂ അല്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. സൈസ് ഞാൻ മീഡിയം ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. മുട്ടിനേക്കാളും കുറച്ച് അധികം തന്നെ ഇറങ്ങി നിൽക്കുന്ന ടോപ്പാണ്. ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ താഴെ അങ്ങനെ വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ചുരുക്കാനും പറ്റും. ആർക്ക് ഇനിയിപ്പോ ലെങ്ത് കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും, ഷോർട്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ബാക്ക് സൈഡും സെയിം അതുപോലത്തെ പ്രിന്റിങ്സ് വന്നിട്ടുള്ളതാണ്. സ്ലീവും സ്റ്റിച്ചിങ്ങും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇതിന് വേറെ കളേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. കാണുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ. മീഡിയം സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ പാന്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പാന്റും അതേപോലെ തന്നെ നോർമൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാന്റാണ്. പലാസോ സൈസ് പാൻസ് ഒന്നുമല്ല. കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള പാന്റാണ്. ഇതിന് പോക്കറ്റ് ഇല്ല. 2 3 ഞാൻ പോക്കറ്റ് ഉള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഇനിയും കുർത്ത സെറ്റിന്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ കണ്ടു നോക്കുക. അപ്പൊ അതിലും അതുപോലത്തെ വെറൈറ്റി കുർത്ത സെറ്റ് ഞാൻ കാണിക്കാട്ടോ. പാന്റും നോർമലായിട്ട് പാന്റാണ്. ഇനി ഇതിന്റെ ഷോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈറ്റില് ബ്ലൂ ഷെയ്ഡിലും വന്നിട്ടുള്ള പ്രിന്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല വീതിയും നല്ല വലിപ്പമൊക്കെ ഉള്ള ഒരു അടിപൊളി ഷോളാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഫുൾ ഫ്ലോറൽ പ്രിന്റിങ്സ് ആണ് ഷോളിന് കൊടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള ഷോളാണ് ഇത്. കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത്. നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ ഇത്. പാന്റും ടോപ്പും അതേപോലെ തന്നെ ഷോളും ഞാൻ മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചു നോക്കിയതാണ്. എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അതിനേക്കാളും ഇഷ്ടമായിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ് ഇത് വന്നിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളേഴ്സ് ആണ്. അപ്പൊ ഞാൻ എന്ത് ട്രൈ ചെയ്യുകയാണെങ്കിലും അതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ അധികം എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു പേർപ്പിൾ ഷെയ്ഡ് എടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇതും സെറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഞാനിപ്പോ ഇട്ടിട്ടുള്ള ഡ്രസ്സ് വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ടോപ്പ് വന്നിട്ട്
കാണിച്ചു തരാം. നല്ല അടിപൊളി പ്രിന്റിങ്സിൽ വന്നിട്ടുള്ളതാണ്. നെക്ക് വന്നിട്ട് വി നെക്കാണ് വന്നിട്ടുള്ളത്. ഫ്ലോറൽ പ്രിന്റിങ്ങിൽ വന്നിട്ടുള്ള ടോപ്പാണ്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രിന്റിങ്സ് വന്നത്. ഇത് വൈറ്റ് കളർ പ്രിന്റിംഗ് അല്ല കേട്ടോ, ഇത് ബ്ലാക്കിൽ ഒരു ക്രീം ഷെയ്ഡിൽ വരുന്ന പ്രിന്റിങ്സ് ആണ്. നെക്കിൽ വരുന്ന ഈ ഒരു വർക്കാണ് എന്തുള്ളത്, വൈറ്റ് കളറിലുള്ളത്. ഈ ഒരു പ്രിന്റിങ്സ് ടോപ്പിൽ വരുന്ന ഈ ഒരു പ്രിന്റിങ്സ് ക്രീം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. 400 സംതിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നതാണ്. എല്ലാവർക്കും വിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ടോപ്പും പാൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ലെങ്ത്തിലും കാര്യത്തിലും വരുന്നതാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിന് സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. മീഡിയം സൈസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ സ്ലിറ്റ് ഓപ്പൺ വരുന്നതാണ്. ഇനി ഇതിന്റെ പാൻറ് വന്നിട്ട് നല്ല കോട്ടൺ മെറ്റീരിയലിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ പാൻറ്റാണ്. ഇത് കുറച്ച് വീതിയുള്ള പാൻറ്റാണ് കേട്ടോ. നോർമൽ പാൻറ്റിൽ തന്നെ അത്യാവശ്യം വീതിയും കാര്യങ്ങളും ഉള്ള പാൻറ്റാണ്. ഇനി ഇതിന് പോക്കറ്റ് ഉണ്ടോ? ഇല്ല, പോക്കറ്റ് ഇല്ല. കാരണം ഞാൻ കുറേ എണ്ണം വാങ്ങിയതുകൊണ്ട് ഏതിനാണ് പോക്കറ്റ് ഉള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് പോക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. ഇത് അടിപൊളിയാണ്. പാൻറ്റും നല്ല അടിപൊളി പാൻറ്റാണ്. നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഷോൾ വന്നിട്ട്, ഷോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുണ്ട്. അതേ സെയിം കളറിലും ആ ഒരു പ്രിന്റിങ്സിൽ വന്നിട്ടുള്ള ഷോളാണ്. നല്ല ഭംഗിയില്ലേ ഷോൾ കാണാൻ വേണ്ടിയിട്ട്. ഇതും കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത്. വീതിയും നീളമൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ. കോളേജിലോട്ടും ഓഫീസിലോട്ടും ഡെയിലി യൂസേഴ്സും എല്ലാം പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കുർത്ത സെറ്റാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുർത്ത സെറ്റാണ് ഇത് വന്നിട്ട്. നല്ല മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണിത്. കുർത്ത സെറ്റാണ്. കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്ത സെറ്റാണ്. ഇതും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. മീഡിയം സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കിൽ ഒരു വി കട്ടിങ് വരുന്നുണ്ട്. നെക്കിന്റെ ഈ ഭാഗത്തായിട്ട് കണ്ടോ ചെറിയൊരു സീക്വൻസ് വർക്ക് ഉണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിന്റെ എൻഡിലും ഈ ഒരു കുഞ്ഞു ലേസ് വർക്ക് ഗോൾഡൻ ഷെയ്ഡിലുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റിങ്സ് ആണ് ഈ ഒരു ടോപ്പിന്റെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് ഇല്ല, പക്ഷെ സീത്രൂ ഒന്നും അല്ലാത്ത നല്ല ഒരു ക്വാളിറ്റിയിൽ വരുന്ന കുർത്ത സെറ്റ് ആണ്. സൈഡിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പണും കാര്യങ്ങളും ഉണ്ട്. നീലെടുക്കുന്ന പ്രശ്നമോ കാര്യമൊന്നുമില്ല. ഇതും ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ്. നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചുരുക്കിയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിന്റെ സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ സ്റ്റോക്കിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പൊ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഷോർട്സ് ഞാൻ ഡെയിലി 6 മണിയാകുമ്പോൾ ഇടും. വീഡിയോ ഞാൻ അതിന്റെ ഇടയിൽ ചില ദിവസങ്ങളിലൊക്കെ 6 മണിയാകുമ്പോൾ ഇടും. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ പാന്റ് വന്നിട്ട് കോട്ടൺ മെറ്റീരിയലിൽ അതേ ടോപ്പിന്റെ അതേ സെയിം പ്രിന്റിങ്സ് വന്നിട്ടുള്ള മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള പാന്റാണ്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ആയിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള പാന്റാണ്. ഈ പാന്റിന്റെ സൈഡിൽ കട്ടിങ് ഉണ്ട്. ഡബിൾ സൈഡ് കട്ടിങ് വരുന്ന ഒരു പാന്റാണ്. ഇതിൽ പോക്കറ്റ് കൊടുത്തിട്ടില്ല. നല്ല അടിപൊളി പാന്റാണ് കേട്ടോ. ആ ഒരു ടോപ്പിന്റെ അതേ സെയിം പ്രിന്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ടോന്ന് അറിയില്ല, ഞാനുണ്ടെങ്കിൽ കൊടുക്കാം. ഷോള് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഷോളാണ്. നല്ലപോലെ നീളവും വീതിയുള്ള ഷോളാണ്. ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ള സെയിം പ്രിന്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഷോളിനും നല്ലൊരു കുർത്ത സെറ്റാണ്. അപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാം തന്നെ
500 റുപ്പീസിന് താഴെ റേഞ്ചിൽ വരുന്ന അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ദുപ്പട്ട കുർത്ത സെറ്റാണ്. ഡെയിലി യൂസസിനും ഓഫീസിലോട്ടും കോളേജിലോട്ടും എല്ലാത്തിനും പറ്റിയിട്ടുള്ള വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കുർത്ത സെറ്റ് ഹോളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും പാർട്ട് 2 ആയിട്ട് കുർത്ത സെറ്റ് ഹോൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണാനായിട്ട് മറക്കാണ്ടിരിക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി വെക്കുക. 6 മണിയാകുമ്പോൾ എൻ്റെ ഷോർട്സോ ലോങ് വീഡിയോയോ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.